ഏത് പ്രായക്കാരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നം തന്നെയാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അഥവാ മൂത്രത്തിൽ പഴുപ്പ്. ഇതിനുള്ള ആയുർവേദ ചികിത്സാ രീതികളും നമ്മൾ ശ്രദ്ധിക്കേണ്ട പരിപാലന മുറകളെയും കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നതിനായി ഡോക്ടർ ഭഗവതി അമ്മാൾ നമ്മളോടൊപ്പം ഉണ്ട്. മാഡം, ഏത് ചെറിയ കുട്ടികൾ മുതൽ നേരിട്ട് വരുന്നൊരു പ്രശ്നമാണ് ഈ മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറഞ്ഞൊരവസ്ഥ. എങ്ങനെയാണ് ആയുർവേദത്തിലൂടെ നമ്മളിതിനെ ചികിത്സിക്കുന്നത്? ആദ്യം ഈ മൂത്രത്തിൽ പഴുപ്പ് എന്തുകൊണ്ട് വരുന്നു എന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ചികിത്സയിലോട്ട് പോകാം. ഈ മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലക്ഷണം തന്നെ പറയുന്നത് തുള്ളി തുള്ളിയായിട്ട് മൂത്രം പോവുക, മൂത്രം ഒഴിക്കുമ്പോൾ കുത്തിവേദന വരിക, അടിവയറിൽ നീർക്കെട്ട് പോലെ വേദന വരിക, പനി വരിക, അതിൻ്റെ ഒപ്പം ഷിവറിങ് വിറയലുണ്ടാവും, നല്ല തണുത്ത് വിറച്ചുള്ള പനി ഉണ്ടാവും, നാക്കിലൊക്കെ വെളുത്ത പൂപ്പൽ അല്ലെങ്കിൽ കറുത്ത പൂപ്പൽ, നല്ല ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ കറുത്ത നിറത്തിൽ നാവിൽ പൂപ്പലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയായിരിക്കും അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. അപ്പോൾ ഇത്രയും പറയുമ്പോൾ തന്നെ നമുക്കത് യൂറിൻ ടെസ്റ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം യൂറിനറി ഇൻഫെക്ഷൻ ആണെന്നുള്ളത്. അപ്പോൾ അത് വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം കുടി കുറവ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഒന്ന്, വെള്ളം കുടി കുറയുക. രണ്ട്, സമയത്തിന് മൂത്രം ഒഴിക്കാണ്ട് മൂത്രം തടഞ്ഞു നിർത്തുക. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികൾ പോയി കഴിഞ്ഞാൽ അവിടെ ബാത്റൂം ശരിയല്ല, അല്ലെങ്കിൽ വെള്ളം കിട്ടില്ല, അല്ലെങ്കിൽ അവിടെ സ്മെല്ലാണ്, അതുകൊണ്ട് ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞിട്ട് രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ മൂത്രം ഒഴിച്ചിട്ട് പോയാൽ വൈകിട്ട് വീട്ടിൽ വരുന്നത് വരെ മൂത്രം ഒഴിക്കാതെ പിടിച്ചു വയ്ക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളിൽ അത് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരായാലും ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി നമ്മൾ കപ്പുടിക്കാൻ ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ അവിടുത്തെ ടോയ്ലറ്റുകളിലാവുകൊണ്ട് ഞാൻ പോകില്ല, അങ്ങനെ നമ്മൾ യൂറിൻ സമയത്തിന് പോകേണ്ടതിനെ പോകാണ്ട് പിടിച്ച് കെട്ടി നിർത്തി വെക്കുന്നത് കൊണ്ടും മൂത്രത്തിൽ പഴുപ്പ് വരാം. വെള്ളം തീരെ കുടിക്കാണ്ടാകുമ്പോൾ മൂത്രം പോക്ക് കുറവായിരിക്കും. അപ്പോൾ ഇത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ വയറ്റിൽ മൂത്രം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിലും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര കുത്തിത്തിളയ്ക്കുന്ന മാതിരിയുള്ള വേദനയായിരിക്കും അവിടെ വരിക. അടിവയറിന് നല്ല വേദന ഉണ്ടാവാം, നടുവ് വേദന ഉണ്ടാവാം. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുക. അപ്പോൾ നമുക്ക് യൂറിൻ നന്നായി പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുള, ഞെരിഞ്ഞിൽ, ബാർലി, മല്ലിവിത്ത്, ഇതൊക്കെ രണ്ടെണ്ണം വീതം ഒന്നിച്ചിടാം. ഒന്നൊന്ന് മാത്രമായിട്ട് ഇതിലേതെങ്കിലും ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ തന്നെ നല്ല പോലെ. അതുപോലെ തഴുതായ്മ വേര്, ഇലയും വേരും എല്ലാം ഉപയോഗിക്കാം. തഴുതായ്മയുടെ ഇല തോരൻ വെച്ച് കഴിക്കുന്നത് മൂത്രത്തിൽ പഴുപ്പിന് ഏറ്റവും നല്ലൊരു ചികിത്സയാണ്. അതിൻ്റെ ഇല തന്നെ നല്ലൊരു ഔഷധമാണ്. അപ്പോൾ ഇതുകൊണ്ട് വെള്ളം തിളപ്പിച്ചിട്ട്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം. അപ്പോഴാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ആഹാരം ദഹിക്കുന്നതിന് വെള്ളം വേണം, രക്തശുദ്ധീകരണത്തിനും രക്തചംക്രമണത്തിനും ശരീരത്തിൽ രക്തം ഓടി നടക്കുന്നതിനും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഫിൽട്രേഷൻ തന്നെ 2 ഫിൽട്രേഷനാണ്. ഭക്ഷണ സാധനം ദഹിച്ചു പോകുന്ന രസം ലിവറിൽ പിന്നെ കിഡ്നിയിൽ 2 സ്ഥലത്താണ് നമുക്ക് പ്യൂരിഫിക്കേഷൻ ഉള്ളത്. അപ്പോൾ ഇതിന് 2നും വെള്ളം ആവശ്യമാണ്. പിന്നെ നമ്മുടെ ശരീരത്തിൽ വിയർത്തിട്ട് കുറേ വെള്ളം പുറത്തേക്ക് പോകും. ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റിലുള്ള വെള്ളമാണ് യൂറിനും മോഷനും കിട്ടുക. അപ്പോൾ വെള്ളം നന്നായി കുടിച്ചില്ലെങ്കിൽ യൂറിനും കുറവായിരിക്കും, യൂറിനും എടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയാണ് മോഷന് കിട്ടുക. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ വരും വെള്ളമില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ദിവസേന ശരാശരി കുടിച്ചിരിക്കണം. അങ്ങനെ കുടിക്കുന്നവർക്കാണെങ്കിൽ ആ യൂറിനറി ഇൻഫെക്ഷൻ വരില്ല. പിന്നെ കുടിക്കുന്നത് മാത്രമല്ല, ഈ കുടിക്കുന്ന മൂത്രം പുറത്ത് പോവുകയും വേണം. ഇൻപുട്ട് മാത്രം പോരാ, ഔട്ട്പുട്ടും കറക്റ്റായിട്ട് പോകണം. അപ്പോൾ അതിലേക്ക് വേണ്ടി നമ്മൾ പിന്നെ ചെയ്യാൻ പറ്റുന്നത് വളരെ ചെറിയ ചൂടിൽ നമ്മുടെ കണിക്കൊന്നയുടെ ഇല അല്ലെങ്കിൽ വാളംപുളിയുടെ ഇല, അരിവേപ്പില, ഇതേതെങ്കിലും കൊണ്ട് വെള്ളം തിളപ്പിക്കുക. നന്നായിട്ട് തിളപ്പിച്ചിട്ട് വളരെ നേരിയ, അതായത് മൂത്രത്തിൻ്റെ ചൂടിൽ, നമുക്ക് പുറത്തേക്ക് പോകുന്ന മൂത്രത്തിൻ്റെ ചൂട് നമുക്കറിയാമല്ലോ, അത്രയും ചൂടിൽ മൂത്രം ഒഴിക്കുന്ന ഭാഗം കഴുകുക. ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെള്ളം നമ്മൾ കൊടുത്താലേ അവർ കുടിക്കുകയുള്ളൂ. അപ്പോൾ മുല കുടിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും വെള്ളം ഇടയ്ക്ക് കൊടുക്കാൻ പറയുക, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിപ്പിക്കുക. അമ്മമാർ നന്നായിട്ട്, കുട്ടികൾക്ക് പാൽ കൊടുക്കുന്ന അമ്മമാർ നന്നായിട്ട് വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ പാല് കട്ടി കൂടും, ദഹനം ഉണ്ടാവില്ല. അപ്പോൾ കുട്ടി വെള്ളവും കുടിക്കാണ്ടാകുമ്പോഴത്തേക്കും അവിടെ ദഹനക്കുറവ് വരുമ്പം വെള്ളത്തിൻ്റെ അംശം കുറയും, മൂത്രത്തിപ്പഴുപ്പും വരും. അപ്പോൾ അപ്പോഴും വെള്ളം ധാരാളം കൊടുക്കാൻ പറയും. കുഞ്ഞുങ്ങൾക്കും തിളപ്പിച്ച വെള്ളം കൊടുക്കണം. കൊച്ചു കുട്ടിലേ തൊട്ടുകഴിഞ്ഞ് വെള്ളം കൊടുക്കണം. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഇപ്പോൾ ഒരിക്കൽ വന്നു പോയി നമുക്കെന്ന് വിചാരിക്കുക, അതിങ്ങനെ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ആ അണുക്കൾ, ബാക്ടീരിയ എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവും. ഈ പിൻവേംസിൻ്റെ അണ്ടം ഇട്ടിട്ട്, പിൻവേംസ് മുട്ട ഇട്ടിട്ടാണല്ലോ പുറത്തേക്ക് പോവുക. പിന്നെ കുഞ്ഞ് വിരിഞ്ഞ് വന്നിട്ട് അവരടുത്ത മുട്ടയിടാറാകുമ്പോഴേ പുറത്ത് പോകുള്ളൂ. അതാണ് അതിങ്ങനെ തുടർച്ചയായിട്ട് നമ്മുടെ ശരീരത്തിൽ കാണുന്നത്. ഏതാണ്ട് അതുപോലെയാണ് ഈ ബാക്ടീരിയ. അവിടെ കുറേ മുട്ടകളിട്ടിട്ട് മെക്ചറായവരെല്ലാം പുറത്ത് വരും. അപ്പോൾ ഇവർ വീണ്ടും വളർന്നു വരുമ്പോൾ നമുക്ക് അടുത്ത ഇൻഫെക്ഷൻ വരും. അങ്ങനെയാണ് ഈ ഇൻഫെക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ സാധാരണ പറയാറുള്ളത് കുറുന്തോട്ടി വേര്,
പഴുക്കപ്പലാവിലെ ഞെട്ട്, ജീരകം ഇതിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാൻ പറയും. പിന്നെ ഒരു കഷായമാക്കി കഴിക്കാം. ഒരു 21 പഴുക്കപ്പലാവിലെ ഞെട്ടും 1 ടേബിൾ സ്പൂൺ ജീരകവും കൂടി ചട്ടിയിലിട്ട് വറക്കുക. ജീരകം നല്ല പൊട്ടുമ്പോൾ അതിനകത്തൊരു 6 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. തിളപ്പിച്ചൊരു 3 ഗ്ലാസ്സാക്കി വറ്റിച്ച് അരിച്ചെടുത്തിട്ട് അതിലൊരു 6 ധാന്വന്തരം ഗുളിക അരച്ച് ചേർത്ത് വയ്ക്കുക. ഒരു ദിവസം കൊണ്ട് ഈ കഷായം ഇടയ്ക്കിടയ്ക്ക് 2 മണിക്കൂർ ഇടവിട്ട് ഒരു 50 ml വെച്ചിട്ട് ഈ കഷായം കുടിച്ചുകൊണ്ടിരിക്കുക. മറ്റേ വെള്ളം തിളപ്പിച്ച വെള്ളം കുടിക്കുകയും ചെയ്യുക. നല്ലപോലെ ഒരു 3 ദിവസമൊക്കെ ഇത് കഴിക്കുമ്പോഴത്തേക്ക് യൂറിനറി ഇൻഫെക്ഷൻ നമ്മളെ വിട്ട് കംപ്ലീറ്റ് പോകും. പക്ഷേ എങ്കിൽ ഒരു 10-11 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ നമുക്ക് ആ യൂറിനറി ഇൻഫെക്ഷൻ വരത്തില്ല. നമ്മുടെ ആയുർവേദത്തിൽ ഇങ്ങനെ ചികിത്സിക്കുമ്പോൾ ഞാനൊരു 26 കൊല്ലം യൂറിനറി ഇൻഫെക്ഷന് എന്നും ഈ ഗുളിക കഴിച്ചിട്ട് മരുന്നും കഴിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അമ്മൂമ്മയെ എനിക്കൊരു ചികിത്സിക്കാൻ കിട്ടി. ഞാൻ സോഷ്യൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് വലിയ മരുന്നൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ ആരുമില്ല. അപ്പോൾ പഴുക്കപ്ലാവിൽ ഞെട്ട് പറമ്പിലുണ്ട്. ജീരകം ഞാൻ വാങ്ങിച്ചു കൊടുത്തു, ധന്വന്തരം ഗുളിക വാങ്ങിച്ചു കൊടുത്തു, പോയി കഷായം ഉണ്ടാക്കി കഴിച്ചോളാൻ പറഞ്ഞു. വേറെ ഒരു മരുന്നുമില്ല. ഈ ഒരൊറ്റ മരുന്നിൽ ആ അമ്മൂമ്മ ഒരു 10-16 ദിവസം ഈ കഷായം വെച്ച് കഴിച്ച് പിന്നെ ഞാൻ അവിടെ ഒരു 16 കൊല്ലം ജോലി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം പോലും ആ അമ്മൂമ്മ യൂറിനറി ഇൻഫെക്ഷനാണെന്ന് വന്നിട്ടില്ല. പക്ഷേ മാസത്തിലൊരിക്കൽ എന്നെ വന്ന് കാണും. കുഞ്ഞെ എനിക്ക് വന്നിട്ടില്ല കേട്ടോ എന്നത് പറയാൻ വേണ്ടി, എന്നെ അറിയിക്കാൻ വേണ്ടി വരാറുണ്ട്. നല്ല സിദ്ധ ഔഷധമാണത്. ആർക്കും ചെയ്യാൻ പറ്റുന്ന ഔഷധങ്ങളാണ്. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിക്കോഷൻ എന്ന് പറയുന്നത്, പ്രതിവിധി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനോടനുബന്ധിച്ചിട്ടുള്ള പനി അതുപോലുള്ള ലക്ഷണങ്ങൾക്കും ഈ കഷായം കുടിക്കുമ്പോൾ പനിയെല്ലാം മാറിക്കോളും. വേറൊന്നും അതിനകത്ത് ആവശ്യം വേണ്ടി വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ടവർക്കാണെങ്കിൽ അത്ര വലിയ പനിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു അമൃതാരിഷ്ടം വെട്ടുമാനൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമേ വരില്ല. ഈ കഷായം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ചിലരോടൊക്കെ ഞാനൊരു 21 ദിവസം 30 ദിവസമൊക്കെ കഷായം വെച്ച് കഴിക്കാൻ പറയും. കാരണം വർഷങ്ങൾ പഴകിയ യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ട് വരുന്നവർക്ക് ഇങ്ങനെ ഒരു മരുന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും. പിന്നെ സാധാരണ നമ്മുടെ സീതാറാമിൻ്റെ ചന്ദ്രപ്രഭ ഗുളിക, അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാഡറിലുള്ള അഴുക്കുകളെ വേസ്റ്റിനെയൊക്കെ നന്നായിട്ട് പുറന്തള്ളി കളയുന്ന ഒരു സ്വഭാവം ചന്ദ്രപ്രഭ ഗുളികയ്ക്കുണ്ട്. പിന്നെ അത് നല്ല ദഹനശക്തി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു പനി വരിക എന്ന് പറയുമ്പോൾ ആയുർവേദത്തിലെ ആമാവസ്ഥയാണെന്നാണ് പറയുക. അവിടെ ഒരു ദഹനക്കുറവുണ്ട്. ദഹനക്കുറവ് എന്ന് പറഞ്ഞാൽ വയറ്റിൽ കഴിക്കുന്ന ഭക്ഷണം മാത്രം എന്നുള്ള ഉദ്ദേശത്തിലല്ല ഈ പറയുന്നത്. അവിടെ ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ അവിടെ പഴുപ്പ് വന്നു, അതും ഒരു ആമാവസ്ഥയാണ്. അപ്പോൾ അതിനെയൊക്കെ നന്നായിട്ട് മാറ്റി കൊടുക്കുന്ന, ആമാവസ്ഥയെ കംപ്ലീറ്റ് മാറ്റുന്ന ഒരു സ്വഭാവം ചന്ദ്രപ്രഭ ഗുളികയ്ക്കുണ്ട്. അപ്പോൾ ചന്ദ്രപ്രഭ ഗുളിക നല്ലൊരു ഔഷധമാണ്. കുഞ്ഞുങ്ങൾക്ക് വളരെ ചെറിയ ഡോസിൽ, ഇപ്പോൾ ഒരു ഗുളിക എന്ന് പറഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി ഉള്ള ഗുളികയാണത്. നമ്മുടെ ചന്ദ്രപ്രഭ ടാബ്ലറ്റിൻ്റെ ഒരു 8-1 ഭാഗമൊക്കെ ഒരു 2 വയസ്സായ കുട്ടിക്ക് കൊടുക്കാം നമുക്ക്. മറ്റ് തീരെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ ആവശ്യമില്ല. അവർക്ക് ഈ പഴുക്കപ്പലാവിലെ ഞെട്ടും ജീരകവും കഷായം വെച്ച് കൊടുത്താൽ തന്നെ അവർ കുടിക്കാനും പ്രയാസമില്ല. അതിന് വേറെ കയ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വെള്ളം കുടിക്കണ മാതിരി അവർ കുടിച്ചോളും. അതിൽ ആ ഇൻഫെക്ഷൻ കുറയുകയും ചെയ്യും. പിന്നെ നമ്മുടെ ബൃഹത്യാദി കഷായം ഏറ്റവും നല്ലതാണ്. ഒരു 20 ml കഷായത്തിൽ 80 ml തിളപ്പിച്ചാറിയ വെള്ളം. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കുന്നത് നമ്മൾ ഈ കുടിക്കാൻ തിളപ്പിച്ച വെള്ളം ചേർക്കുക. അപ്പോൾ അത്രയും അതിനകത്ത് ഗുണം കിട്ടും. അപ്പോൾ ആ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ട് കഷായം 2 നേരം കഴിക്കുക. ചന്ദ്രപ്രഭ ഗുളിക 2 വെച്ച് 2 നേരം കഴിക്കുക. ഒപ്പം നമ്മുടെ പഴുക്കപ്പലാവിലെ ഞെട്ട് കഷായവും കഴിച്ചു കഴിഞ്ഞാൽ യൂറിനറി ട്രാക്ഷൻ ഇൻഫെക്ഷൻ വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല, സുഖമായിട്ട് മാറിക്കോളും. പിന്നെ ഈ യൂറിനറി ഇൻഫെക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നാൽ അത് ഭാവിയിൽ ഫെർട്ടിലിറ്റിക്ക് പ്രശ്നം ഉണ്ടാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ യൂറിൻ ബ്ലാഡറിലും, അതായത് നമ്മുടെ മൂത്രാശയത്തിലും മൂത്രനാളിയിലും ഒക്കെയാണ് ഈ ഇൻഫെക്ഷൻ വരുന്നത്. ഇവരെല്ലാം മറ്റേ അണ്ടവാഹിനി, പിന്നെ ഇത് ഓവറി, മറ്റേ ഫലോപ്പിയൻ ട്യൂബ് എല്ലാം അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നവരായതുകൊണ്ട് ഇതിലുള്ള പ്രശ്നം അതിലും പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഇൻഫെർട്ടിലിറ്റിയിലേക്ക് ഒരു ചാൻസ്. അപ്പോൾ സ്ഥിരമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവർ വേഗം തന്നെ അത് മാറ്റാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഇതൊരു അണുബാധ ആയതുകൊണ്ട് തന്നെ ഇപ്പം ദമ്പതികളെയൊക്കെ സംബന്ധിച്ച് മറ്റൊരാൾക്ക് പകരാനുള്ള സാധ്യത, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ശുചിത്വ ശീലങ്ങളും കൂടെ വേണം. അതിനാണ് ഞാൻ പറഞ്ഞത്, മറ്റേ വേപ്പിലയോ അല്ലെങ്കിൽ കാര്യവേപ്പിലയോ അല്ലെങ്കിൽ കണിക്കൊന്നയുടെ ഇലയോ ഒക്കെ പുളിയിലയോ ഒക്കെ ഇട്ടുള്ള വെള്ളം കൊണ്ട് നമുക്ക് കഴുകുന്നത് എപ്പോഴും നല്ലതാണ് ഇൻഫെക്ഷൻ ഉള്ള സമയത്ത്. പക്ഷേ ഒരുപാട് ചൂടൊഴിക്കാൻ പാടില്ല. കണ്ടമാനം ചൂടൊഴിച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കൂടും. ചൂടുവെള്ളത്തിലിരിക്കുക. അപ്പോൾ വയറുവേദന, യോനി ഭാഗത്ത് വേദനയൊക്കെ വരുമ്പോൾ ആൾക്കാർ ചൂടുവെള്ളം ഉണ്ടാക്കി അതിനകത്ത് ഇറങ്ങിയിരിക്കാറുണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ
അങ്ങനെ ചെയ്യരുത്. ചൂടുവെള്ളത്തിലിരുന്നാൽ ഈ ബാക്ടീരിയ ചൂടുവെള്ളത്തിൽ വളരുന്നത്, അപ്പോൾ ഇൻഫെക്ഷൻ കൂടും. ചെറു ചൂടുവെള്ളം കൊണ്ട് കഴുകി കൊടുക്കുക, അത്രേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ദമ്പതികളാണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർ ബന്ധപ്പെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു കിട്ടും. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഹണിമൂൺ സിക്നെസ് എന്നും പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ പുതിയതിൽ യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ അതിനൊരു ഡയഗ്നോസിസ് ഹണിമൂൺ ഇൻഫെക്ഷൻ എന്നാണ് പറയാറ്. പക്ഷേ അത് വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒരു വിവാഹശേഷം ഒരു പുരുഷനും സ്ത്രീയും ബന്ധപ്പെടുമ്പോൾ അവർക്ക് ഫിസിയോളജിക്കലി നല്ല മാറ്റങ്ങൾ ശരീരത്തിന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് യോനിഭാഗത്തൊക്കെ പെയിനും വിഷമങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അവിടെ യൂറിനറി ഇൻഫെക്ഷൻ വരാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നോട് ആരെങ്കിലും വന്ന് ഇന്നത്തെ ദിവസത്തിൽ കല്യാണം എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ കൊടുക്കുന്ന ഉപദേശം, നന്നായിട്ട് വെള്ളം കുടിച്ചോളൂ, രണ്ടുപേരും വെള്ളം കുടിച്ചോളൂ. അപ്പോൾ ഭാര്യയോട് പറയണ ഭർത്താവിനെ വെള്ളം കുടിപ്പിച്ചോ എന്ന്, തമാശ രീതിയിലാണെങ്കിലും. അപ്പോൾ വെള്ളം നന്നായി കുടിച്ച് കഴിഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷൻ വരില്ല. അത് പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞാൽ ഉടനെ അങ്ങനെ ചെയ്യാൻ പ്രത്യേകിച്ച് ഞാൻ പറയാം. അല്ലെങ്കിൽ ഹണിമൂൺ സിക്നെസ്സായിട്ട് കിട്ടുന്ന യൂറിനറി ഇൻഫെക്ഷൻ മാറ്റിയെടുക്കാൻ കുറേ വൈകും. കാരണം ഇവർ ശ്രദ്ധിക്കില്ല. വീണ്ടും ഇവർ ബന്ധപ്പെടുകയും പിന്നെ യാത്ര ചെയ്യുകയും ധാരാളം സ്ഥലത്ത് വിരുന്ന് പോവുകയും അങ്ങനെ വെള്ളം കുടിയൊക്കെ വല്ലാണ്ട് കുറയുമ്പോൾ നല്ല മൂർധന്യാവസ്ഥയിലെത്തും. ഭയങ്കര പനിയും പ്രശ്നങ്ങളും ഒക്കെ ആവും. അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ ബിഗിനിങ്ങിൽ തന്നെ വെള്ളം നന്നായി കുടിക്കണം.